ദൈവം ഒരിക്കലും ഊഹാപോഹം പറയത്തില്ല. ഉദാഹരണം ഇങ്ങോട്ട് നോക്ക്. ഉദാഹരണം, ഒരുത്തൻ പറയുന്നു ഷൈനി എന്നൊരു പേര് എന്നെ കാണിക്കുന്നു, ഷൈനി. ഓക്കെ, എന്നിട്ട് അടുത്ത ചോദ്യം, ഷൈനി ആരാ? ആരെങ്കിലും ഉണ്ടോ? ഷൈനി ഉണ്ടോ? അപ്പം ചീറ്റിപ്പോയി, ഷൈനി വന്നില്ല, ഷൈനി ഇല്ല. ഉടനെ കേട്ടോണേ, മാറ്റി പിടിക്കുന്ന കേട്ടോണേ, ഷൈനി ഇല്ല. ഷൈനി എന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? എവിടെയെങ്കിലും കൊണ്ട് കെട്ടണ്ടേ? അപ്പം അതും ഇല്ല. എന്നാൽ പിന്നെ ഒരു ഷൈനി സഭയിലേക്ക് വരാൻ പോവാ, രക്ഷപ്പെട്ടു, അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പം ഊഹാപോഹം ദൈവാത്മാവിനില്ല. ദൈവത്തിന് ഒരാളുടെ പേര് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വെളിപ്പെടുത്താം. അത് പ്രവാചകന്മാരുടെ ജോലി വിലപ്പെട്ടതെല്ലാം അടിച്ചുകൊണ്ട് പോവുക. പുരോഹിതന്മാരുടെ ജോലി എന്താ? ജനത്തിന് തെറ്റെന്ത്, ശരിയെന്ത്, നന്മയെന്ത്, തിന്മയെന്ത്, അശുദ്ധമെന്ത്, വിശുദ്ധി എന്ത്, മലിനമെന്ത്, നിർമ്മലിനമെന്ത് എന്നൊന്നും ജനത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പുരോഹിതന്മാർ. പ്രവചിക്കുന്നവൻ ഭൗതിക നന്മയ്ക്കല്ല, ആത്മീക വർധനയ്ക്കാണ് പ്രവചിക്കുന്നത്. കേൾക്കുന്നവൻ എന്തുണ്ടാകണം? ആത്മീക വർധന ഉണ്ടാകണം, ആശ്വാസമുണ്ടാകണം. പ്രവാചകന്മാർ കുടുംബങ്ങളിലോട്ട് വന്നു കയറിയിട്ട് എത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടെന്ന് അറിയോ? ഒരുപക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കണം. ഞങ്ങൾ ഈ ദൈവദാസന്മാർ ഇത് പറയുമ്പോൾ കുറഞ്ഞ പക്ഷം ഞങ്ങൾ ഈ ലോകത്തൊക്കെ സഞ്ചരിച്ചും കണ്ടും കേട്ടും പരിചയമുള്ളതിൻ്റെ അനുഭവത്തിലും കൂടെ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ചില ദൈവദാസന്മാർ പറയും ശുശ്രൂഷകന്മാരറിയാത്ത ഒരു പ്രാർത്ഥനയും ആരുടെയും വീട്ടിൽ നടക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയോ? അത് അസൂയ കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ല. ഏതെങ്കിലും ഒരുത്തം വന്ന് കുടുംബത്തിൻ്റെ അകത്ത് കലക്കം ഉണ്ടാക്കി കുടുംബത്തെ അടിച്ചുറച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളക്കരയിൽ പ്രവാചകന്മാരെ മുട്ടിയിട്ട് നടക്കാൻ മേലാത്ത പ്രവാചകന്മാരുണ്ടായിട്ടും ഒരൊറ്റ ഒരുത്തം പറഞ്ഞോ ലോകം മുഴുവൻ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാവ്യാധി വരാൻ പോകുന്നെന്ന്? പറഞ്ഞോ? പറഞ്ഞില്ല. പകരം കൊറോണ വന്നപ്പോൾ സ്വന്തം മക്കൾക്ക് കൊറോണ വരാതിരിക്കാൻ വീട്ടിൻ്റെ അകത്ത് കയറി വാതിലടച്ചു. പിന്നെ പ്രവാചകൻ പുറത്തിറങ്ങിയത് കൊറോണ മാറിയതിന് ശേഷമാണ്. ആലപ്പുഴയിൽ ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു, കൃപാസനം പത്രം ചമ്മന്തി അരച്ച് കൊടുത്തിട്ട് ഒരു പെണ്ണിൻ്റെ മാനസിക രോഗം മാറിയെന്നാണ് പറഞ്ഞത്. പക്ഷേ കൃപാസനത്തിൻ്റെ ഡയറക്ടർ കൊറോണ വന്നപ്പോൾ 2 ആഴ്ച കൃപാസനം അടച്ചിട്ടു. പത്രം കിട്ടിയില്ല ചമ്മന്തി അരച്ച് കൊടുക്കാൻ. മനസ്സിലായോ? ഇതൊന്നും ജനത്തിൻ്റെ തലയിൽ എത്ര പറഞ്ഞാൽ ഇതൊന്നും തലയിൽ കയറി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പറ്റിക്കപ്പെടാൻ ജനങ്ങൾ ഉള്ളിടത്തോളം പറ്റിക്കുന്നവന്മാർ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ നാട്ടിൽ കേട്ടിട്ടില്ലേ, ചിട്ടി ഫണ്ട് പൊട്ടി. അങ്ങനെ എത്ര വാർത്ത നമ്മുടെ നാട്ടിൽ വന്നാലും പിന്നെ ആളുകൾ ഈ കുറിക്കമ്പനി കൊണ്ടുപോയി പൈസ ഇടും. കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ സഹകരണ ബാങ്കാണ്, കുറിക്കമ്പനിക്ക് പകരം സഹകരണ ബാങ്ക് എല്ലാത്തിനെയും പറ്റിച്ചുകൊണ്ടിരിക്കുക. മുഴുവൻ പൈസ പോയിക്കൊണ്ടിരിക്കുക. എന്നാലും പൈസ കൊണ്ട് എവിടെ ഇടും? സഹകരണ ബാങ്കിൽ കൊണ്ടിട്ടുകൊണ്ടിരിക്കുക. അപ്പം ഈ നമ്മുടെ ആളുകൾ ഇതുപോലെയാണ്. എത്ര പറഞ്ഞാലും തലേ കയറൂല. കയ്യിലുള്ള പൈസ മൊത്തം ഇമാതിരി കള്ളന്മാരടിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു. ഒരു പ്രവാചകൻ എന്നിട്ട് പറയുകയാണ്, 9, 5, 4, 3, 2 ഒരു മൊബൈൽ നമ്പർ എന്നെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു മൊബൈൽ നമ്പർ എന്നെ കാണിക്കും. ഇപ്പം കർത്താവിൻ നമ്പർ കാണിക്കാൻ തുടങ്ങി. അപ്പം ഒരുത്തൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ നമ്പർ. അപ്പം മുന്നോട്ട് വന്നു. അപ്പോൾ ഇതെൻ്റെ നമ്പറാന്ന് പറയുന്നു. ജനങ്ങളെല്ലാം ഉടനെ കൈയടിച്ചങ്ങ് വണ്ടറടിച്ചിരിക്കുന്നു. ഓക്കെ, ഞാൻ ചോദിക്കാം, അല്ലെ നിങ്ങൾക്ക് ചോദിക്കാം, പാസ്റ്ററേ, ദൈവത്തിന് ഒരാളുടെ മൊബൈൽ നമ്പർ കാണിക്കാൻ കഴിയില്ലേ? കഴിയും, ഷുവറായിട്ട് കഴിയും. പിന്നെ നമ്മൾ എന്തിനു വിമർശിക്കണം? പറയാം, ദൈവമാണ് ഇവനെ ഈ മൊബൈൽ നമ്പർ, ഇയാളുടെ ജിജുയുടെ മൊബൈൽ നമ്പർ ദൈവമാണ് എന്നെ കാണിച്ചതെങ്കിൽ അതുകൊണ്ട് ദൈവത്തിന് അയാളോട് പറയാനുള്ളത് എന്താണെന്ന് എന്ത് ചെയ്യണം? പറയണം. ഈ നമ്പർ ആര്? ഇത് നിൻ്റെയാ, ഇങ്ങോട്ട് വാ, ഈ നമ്പർ ദൈവം എന്നെ കാണിച്ചു. എന്നിട്ട് എന്താ പ്രശ്നം? നമ്പർ മാറ്റണോ? അതോ ആ നമ്പറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ? അല്ല, എന്താണ് കാര്യം? എന്താന്ന് പറ. കാര്യമൊന്നുമില്ല. പിന്നെ നിന്റെ നമ്പർ എന്നെ ദൈവം കാണിച്ചല്ലോ. അപ്പം ഞാൻ ആരാ മോൻ? അത്രേ ഉള്ളൂ. പ്രവാചകന്മാരുടെ ജോലി വിലപ്പെട്ടതെല്ലാം അടിച്ചുകൊണ്ട് പോവുക. പുരോഹിതന്മാരുടെ ജോലി എന്താ? ജനത്തിന് തെറ്റെന്ത്, ശരിയെന്ത്, നന്മയെന്ത്, തിന്മയെന്ത്, അശുദ്ധമെന്ത്, വിശുദ്ധി എന്ത്, മലിനമെന്ത്, നിർമ്മലിനമെന്ത് എന്നൊന്നും ജനത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പുരോഹിതന്മാർ. പ്രവചിക്കുന്നവൻ ഭൗതിക നന്മയ്ക്കല്ല, ആത്മീക വർധനയ്ക്കാണ് പ്രവചിക്കുന്നത്.
കേൾക്കുന്നവൻ എന്തുണ്ടാകണം? ആത്മീക വർധന ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവ് യോനയോട് പറഞ്ഞതാ, നീ നിനവയ്ക്ക് പോയിട്ട് അവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച് വരാനാണോ പറഞ്ഞത്? നീ നിനവ എന്ന പട്ടണത്തിൽ ചെന്ന് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കാം. ഈയോ, പുള്ളിക്ക് ആകെപ്പാട് ഞെട്ടലായി. പുള്ളി എന്ത് ചെയ്തു? നേരെ അടുത്തൊരു വണ്ടി വിളിച്ച് തർശീശിലേക്ക് പോയി. കാര്യം, ഞാൻ അവിടെ ചെന്ന് ഇവർക്ക് വിരോധമായിട്ട് പ്രസംഗിച്ചിട്ട് വേണം അവന്മാരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ല. പുള്ളി എന്ത് ചെയ്തു? തർശീശിലേക്ക് പോയി. തർശീശിലേക്ക് പോയപ്പോൾ തമ്പുരാൻ ഓടിച്ചിട്ട് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിച്ചപ്പോൾ നോഹയുടെ ചിന്ത ഇവരെല്ലാം കൂടെ നോഹ എടുത്തിട്ട് അടിക്കുമെന്നായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ അല്ല. ആ വിരോധമായ പ്രസംഗം കേട്ടപ്പോൾ ജനം രട്ടെടുത്ത് ഉപവസിച്ച് മാനസാന്തരപ്പെട്ട് ഒരു കൂട്ടം ജനം ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്നു. ഒരു പട്ടണം വിടുവിക്കപ്പെടാൻ കാരണമായത് ദൈവാത്മാവ് ഇടപെട്ടതുപോലെ പ്രസംഗിച്ചത് കൊണ്ടാണ്, ജനത്തിന് ഇഷ്ടം വരുന്ന രീതിയിൽ പ്രസംഗിച്ചത് കൊണ്ടല്ല. പക്ഷേ ഈ വിരോധമായി പ്രസംഗിക്കുമ്പോൾ ജനം വിചാരിക്കും ഇങ്ങർക്ക് ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നില്ല. ദൈവത്തിൻ്റെ അരുളപ്പാടായതുപോലെ സംസാരിക്കുക എന്നുള്ളതാണ് ദൈവം അയക്കുന്ന പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്നത് ഒരിക്കലും ആവുകയില്ല. അതുകൊണ്ട് ചില ആളുകൾ പറയും, നിന്നെ ഞാൻ മകനെ നിന്നെ ഞാൻ കാനഡയിലേക്ക് അയക്കാൻ പോവാന്നൊക്കെ പറയുമ്പം ഓൾറെഡി കാനഡയിൽ പോയാൽ കൊള്ളാമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളാണ്. പിന്നെ പറയാൻ വേണ്ട, ഇത് ദൂതാട്ടങ്ങ് ഉറപ്പിച്ചു. ഇവരവിടെ കാനഡയിൽ ചെന്നു. കാനഡയിൽ ചെല്ലുമ്പോൾ ഈ പാസ്റ്റർ ദൂത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാനഡയിൽ എത്തിയെന്ന് വിശ്വസിച്ചാണ് ചാക്കോച്ചിരിക്കുന്നത്. പക്ഷേ കൂടെ ജോലി ചെയ്യുന്ന മുഹമ്മദ് കുട്ടിയും നാരായണൻകുട്ടിയും വർഷങ്ങളായിട്ട് എവിടെ ഉണ്ട്? കാനഡയിലുണ്ട്. അവരെ ഏതെങ്കിലും പാസ്റ്റർമാർ പ്രവചിച്ചയച്ചാണോ? ഇതൊക്കെ സംഭവിക്കുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? നോക്ക്, ഇവിടെ അള്ളാഹുവിനെ സേവിക്കുന്ന അറബിക്ക് 1,00,000 രൂപ കിട്ടുമ്പോൾ ആ അറബി കൂടെ ജോലി ചെയ്യുന്ന ചാക്കോച്ചന് 10,000 രൂപ കൊടുക്കുന്നു. ആ ചാക്കോച്ചൻ 10,000 രൂപ എന്നൊരു 1,000 രൂപ ഗസ്റ്റായിട്ട് വന്ന പാസ്റ്റർക്ക് സ്വോത്രകാഴ്ച കൊടുക്കുന്നു. ഈ 1,000 രൂപ മേടിച്ച പാസ്റ്റർ പറയാം, ഓ ദൈവം എന്നെ ഓടിച്ചിട്ടങ്ങ് അനുഗ്രഹിച്ചു. എന്ത്? അറബിയുടെ മേശയിൽ നിന്ന് വീണത് ചാക്കോച്ചൻ്റെ ഇല വീണു, ചാക്കോച്ചൻ്റെ ഇലയിൽ നിന്ന് വീണത് പാസ്റ്റർക്ക് കിട്ടി. ഇതിൽ ഇത്ര ആനന്ദിക്കാനും സന്തോഷിക്കാനൊന്നുമില്ല. ഭൗതിക നന്മ കിട്ടിയത് കൊണ്ടാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചതെന്ന് ഒരു വ്യക്തി പറയുന്നെങ്കിൽ ഇവിടെ ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചിരിക്കുന്നത് ഈ അറബികളെയാണെന്ന് നമ്മൾ സമ്മതിക്കണ്ടേ? ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം എനിക്ക് മറുപടി തന്നു. ഒരു വീട് ചോദിച്ചു, നല്ല വീട് തന്നു. ഒരു കാറ് ചോദിച്ചു, 2 കാറ് തന്നു. 2 മക്കളെ ചോദിച്ചു, 5 മക്കളെ തന്നു. ഇന്ന് വരെ ചോദിച്ചതെല്ലാം ദൈവം എനിക്ക് തന്നു. അതുകൊണ്ട് ദൈവം എൻ്റെ കൂടാണെന്ന് പറയണമെങ്കിൽ ദൈവം അംബാനിയുടെയൊക്കെ വീട്ടിൽ സ്ഥിരതാമസക്കാരനാണെന്ന് പറയണ്ടേ? ഇതിലൊന്നുമല്ല ദൈവം എൻ്റെ കൂടാന്ന് പറയാനുള്ള മാനദണ്ഡം. പിന്നെന്താ? ഇവിടുത്തെ അംബാനിക്കില്ലാത്ത, അറബികൾക്കില്ലാത്ത, രാഷ്ട്രപതിക്കില്ലാത്ത, സൂപ്രണ്ടിനില്ലാത്ത, പ്രധാനമന്ത്രിക്കില്ലാത്ത ഒരു പദവി, സകലത്തെയും സൃഷ്ടിച്ച സകലത്തെയും ഉളവാക്കിയ മഹാദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ആ ദൈവം എനിക്ക് തന്നു. നിനക്കുണ്ടോ? നിനക്കുണ്ടോ? നിനക്കുണ്ടോ എന്ന് തൻ്റെ ഇടത്തോട് ചോദിക്കാൻ ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് സകലത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയ മഹാദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ഇതിനേക്കാൾ വലിയൊരു ലോട്ടറി ഇനി നമുക്ക് കിട്ടാനുണ്ടോ? സ്തോത്രം! അത്ര മഹത്വകരമായ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചക ദൗത്യം നമ്മൾ കണ്ടു. യിരെമ്യാവ് പറഞ്ഞത് അതുപോലെ തന്നെയാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രവാചകനെ നമ്മൾ ദിനവൃത്താന്തത്തിലും കണ്ടു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്തി 14:3-4 വാക്യങ്ങളിലേക്ക് വരാം. 1 കൊരിന്തി 14:3-4 വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും. അപ്പൊ പ്രവചിക്കുന്നവൻ ഭൗതിക നന്മയ്ക്കല്ല, ആത്മീക വർധനയ്ക്കാണ് പ്രവചിക്കുന്നത്. കേൾക്കുന്നവൻ എന്തുണ്ടാകണം? ആത്മീക വർധന ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം, പ്രബോധനം ഉണ്ടാകണം. മനുഷ്യരോട് സംസാരിക്കുന്നു. 4-ാം വാക്യം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവനോ? പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. എങ്ങനെ? സഭയിൽ ഒരു അവിശ്വാസി അകത്ത് വരുമ്പോൾ പ്രവചിക്കുന്നവൻ ആത്മാവിൽ പ്രവചിച്ചിട്ട് അവന്റെ പാപത്തെക്കുറിച്ച് അവന് ബോധം വരുത്തി അവൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീണാൽ സഭയിൽ ആത്മീയ വർധന ഉണ്ടാകുന്നു. മനസ്സിലായോ? സഭയിൽ ഒരു ആത്മാവും കൂടെ വരുന്നു. പ്രവചനം എന്ന് പറയുന്ന കൃപാവരത്താൽ. അപ്പൊ പ്രവചനം ഇല്ലെന്നാണോ? അല്ല,
ദൈവത്താലുള്ള പ്രവചനം ഇന്നതും ദൈവത്താൽ അല്ലാത്തത് ഇന്നതുമാണെന്നുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 14-ാം അധ്യായം 24-25 എന്താ പറയുന്നത്? വായിച്ച 24-25. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവന് അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം 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 പാപബോധം. പ്രവാചകൻ, പുതിയ നിയമസഭയിലെ പ്രവാചകന്റെ ദൗത്യം പ്രവചനം ഒരുത്തന് പാപബോധം വരുത്തണം. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെട്ട്, അടുത്ത വാക്ക്, അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ഒരവിശ്വാസി ദൈവസഭയ്ക്കകത്ത് കയറി വന്നാൽ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൃപാവരങ്ങളെ പ്രാപിച്ചും ഇരിക്കുന്ന സഭയാണെങ്കിൽ ഒരുത്തൻ ആത്മാവിൽ പ്രവചിക്കുമ്പോൾ ആദ്യമായിട്ട് കടന്നു വരുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അവന്റെ സകല പാപത്തെക്കുറിച്ചും വെളിപ്പെടും. പാപം വെളിപ്പെടുമ്പോൾ അവന് പാപബോധം ഉണ്ടാകും. അവന് പാപബോധം ഉണ്ടാകുമ്പോൾ അവൻ പറയും, ഇത് വാസ്തവമായി ദൈവത്തിന്റെ സഭയാ, ഇവിടെ ദൈവമുണ്ട്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടാനിടയാകും. ഒരു വ്യക്തിക്ക് പാപബോധം വരാനിടയാകും. അതാണ് പ്രവാചകന്റെ ദൗത്യം. ഒരു വ്യക്തിയെ പാപബോധത്തിലേക്കും മാനസാന്തരത്തിലേക്കും ദൈവത്തിങ്കിലേക്കും മടക്കിക്കൊണ്ടുവരിക. അതാണ് ഇരമ്യാവ് പറഞ്ഞത്. അതാണ് പുതിയ നിയമസഭ പഠിപ്പിക്കുന്നത്. ഇനി പുതിയ നിയമത്തിൽ 2 പ്രവചനം പ്രവചിച്ച വ്യക്തിയെ നമുക്ക് കാണാം. അഗബോസ്. അഗബോസിന്റെ 2 പ്രവചനങ്ങളും എന്തായിരുന്നു? ഭൗതിക നന്മയോ മെറ്റീരിയൽ ബ്ലെസ്സിങ്സോ ആയിരുന്നോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അഗബോസിന്റെ 1-ാം പ്രവചനം 11-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 27-28. അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന് പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പൊ എന്താ പ്രവചിച്ചത്? ലോകത്തൊക്കെ ഒരു വലിയ പ്രതികൂലം, മഹാക്ഷാമം വരാൻ പോകുന്നു എന്ന് ആത്മാവിൽ പ്രവചിച്ചു. ഞാൻ ചോദിക്കട്ടെ, കേരളക്കരയിൽ പ്രവാചകന്മാരെ മുട്ടിയിട്ട് നടക്കാൻ മേലാത്ത പ്രവാചകന്മാരുണ്ടായിട്ടും ഒരുത്തൻ പറഞ്ഞോ ലോകം മുഴുവൻ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാവ്യാധി വരാൻ പോകുന്നെന്ന്? പറഞ്ഞോ? പറഞ്ഞില്ല. പകരം കൊറോണ വന്നപ്പോൾ സ്വന്തം മക്കൾക്ക് കൊറോണ വരാതിരിക്കാൻ വീട്ടിൻ്റെ അകത്ത് കയറി വാതിലടച്ചു. പിന്നെ പ്രവാചകൻ പുറത്തിറങ്ങിയത് കൊറോണ മാറിയതിന് ശേഷമാണ്. ആലപ്പുഴയിൽ ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു, കൃപാസനം പത്രം ചമ്മന്തി അരച്ചു കൊടുത്തിട്ട് ഒരു പെണ്ണിൻ്റെ മാനസിക രോഗം മാറിയെന്നാണ് പറഞ്ഞത്. പക്ഷേ കൃപാസനത്തിൻ്റെ ഡയറക്ടർ കൊറോണ വന്നപ്പോൾ 2 ആഴ്ച കൃപാസനം അടച്ചിട്ടു. പത്രം കിട്ടിയില്ല ചമ്മന്തി അരച്ചു കൊടുക്കാൻ. മനസ്സിലായോ? ഇതൊന്നും ജനത്തിൻ്റെ തലയിൽ എത്ര പറഞ്ഞാലും ഇതൊന്നും തലയിൽ കയറി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പറ്റിക്കപ്പെടാൻ ജനങ്ങൾ ഉള്ളിടത്തോളം പറ്റിക്കുന്നവന്മാർ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ നാട്ടിൽ കേട്ടിട്ടില്ലേ, ചിട്ടി ഫണ്ട് പൊട്ടി. അങ്ങനെ എത്ര വാർത്ത നമ്മുടെ നാട്ടിൽ വന്നാലും പിന്നെ ആളുകൾ ഈ കുറിക്കമ്പനി കൊണ്ടുപോയി പൈസ ഇടും. അതാണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ സഹകരണ ബാങ്കാണ് കുറിക്കമ്പനിക്ക് പകരം സഹകരണ ബാങ്ക് എല്ലാത്തിനും പറ്റിച്ചുകൊണ്ടിരിക്കുക. മുഴുവൻ പൈസ പോയിക്കൊണ്ടിരിക്കുക. എന്നാലും പൈസ കൊണ്ട് എവിടെ ഇടും? സഹകരണ ബാങ്കിൽ കൊണ്ടിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ ആളുകൾ ഇതുപോലെയാണ്. എത്ര പറഞ്ഞാലും തലേ കയറൂല. കയ്യിലുള്ള പൈസ മൊത്തം ഇമാതിരി കള്ളന്മാരടിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. പറ്റിക്കപ്പെടുന്നവർ കൂടിക്കൊണ്ടിരിക്കും. പോട്ടെ, പൈസ മാത്രമാണ് പോകുന്നതെങ്കിൽ നമുക്ക് അങ്ങ് സമാധാനിക്കാം. ഈ പ്രവാചകന്മാർ കുടുംബങ്ങളിലോട്ട് വന്ന് കയറിയിട്ട് എത്ര കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടെന്നറിയോ? ഒരുപക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷം ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കണം. ഞങ്ങൾ ഈ ദൈവദാസന്മാർ ഇത് പറയുമ്പോൾ കുറഞ്ഞ പക്ഷം ഞങ്ങൾ ഈ ലോകത്തൊക്കെ സഞ്ചരിച്ചും കണ്ടും കേട്ടും പരിചയമുള്ളതിൻ്റെ അനുഭവത്തിലും കൂടെ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ചില ദൈവദാസന്മാർ പറയും, ശുശ്രൂഷകന്മാരറിയാത്ത ഒരു പ്രാർത്ഥനയും ആരുടെയും വീട്ടിൽ നടക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയോ? അത് അസൂയ കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ല. ഏതെങ്കിലും ഒരുത്തൻ വന്ന് കുടുംബത്തിൻ്റെ അകത്ത് കലക്കം ഉണ്ടാക്കി കുടുംബത്തെ അടിച്ചു കുറച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കഠിനപ്പെട്ട് പിന്മാറിപ്പോയ അനേക കുടുംബങ്ങളെ നമുക്കറിയാം. അവരെ ഒന്നും വീട്ടിൽ പിന്നെ സുവിശേഷത്തിൻ്റെ പേപ്പറും കൊണ്ട് ആ വാതിലിൽ ചെല്ലാൻ അവർ സമ്മതിച്ചിട്ടില്ല. തിക്താനുഭവങ്ങൾ, അകത്തു നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ. ഓക്കെ, നമുക്ക് വേഗത്തിൽ തിരിച്ചു വരാം. അപ്പോൾ അഗബോസിൻ്റെ 1-ാമത്തെ പ്രവചനം ആരെയും സുഖിപ്പിക്കുന്നതല്ല, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില പ്രത്യേക അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവരുമെന്നല്ല, ഒരു വലിയ മഹാക്ഷാമം ഉണ്ടാകും. പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഇനി 21-ാം അധ്യായം 10-ാം വാക്യം, 21-ന്റെ 10 പ്രവൃത്തി.
ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, പൗലോസിനെ യെരൂശലേമിൽ ചെല്ലുമ്പോൾ കൈ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. സന്തോഷമുള്ള ദൂതാണോ? നേരത്തെ രാജാവിനോട് മിഖായാവ് പറഞ്ഞ പോലെ, ഇവൻ അല്ലേലും എന്നെക്കുറിച്ച് ദോഷമേ പറയത്തോളെന്ന് പറഞ്ഞ പോലെ, പൗലോസ് എന്ന് പറയുന്ന അഭിഷിക്തൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ കൈ കെട്ടി ബന്ധിച്ച് ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മളെങ്ങാണ് വരുന്നേ പറയും, അങ്ങനെയാണ് ഒരു 3 ദിവസം നമുക്ക് ആ കെട്ടം കഴിക്കണം. പൗലോസ് എന്താ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് നോക്കിയേ, വായിച്ചേ. ഇത് കേട്ടാരെ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. കണ്ടോ, ഇത് നമ്മുടെ സ്വഭാവം. അവരെല്ലാം പറഞ്ഞു വേണ്ട ദൈവാസനെ, പോകണ്ട ദൈവാസനെ, അവരെ അടിക്കുമെന്നൊക്കെ ദൈവാത്മാവ് പറഞ്ഞു, പോകണ്ടെന്ന് പറഞ്ഞു. പൗലോസ് എന്താ പറഞ്ഞു, വായിച്ചേ. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? എനിക്ക് അവിടെ കിട്ടുന്ന അടി ഓർത്തല്ല എന്റെ ഹൃദയം തകരുന്നതെന്ന്. പിന്നെന്താ? കർത്താവായ യേശുവിന്റെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടാൻ പോകുന്ന പ്രതികൂലങ്ങളെ അടി ഓർത്തൊന്നും അല്ല എൻ്റെ ഹൃദയം തകരുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ കരഞ്ഞ് എൻ്റെ ഹൃദയം തകർക്കരുതെന്ന്. അടുത്തത്, കർത്താവായ യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, അവിടെ പോയിട്ട് മരിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുക. മനസ്സിലായോ? അപ്പൊ പരിശുദ്ധാത്മാവ് പിന്നെന്ത് ദൂത് പറയുമെന്ന് ചോദിച്ചാൽ, മുന്നിൽ വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധി, ഒരു പ്രതികൂലം, അത് കൃത്യമായി നിന്നോട് അറിയിക്കും. എന്തിന്? അതിലൂടെ കടന്നു പോകാൻ നീ പ്രിപ്പയർ ആകാൻ വേണ്ടി. നീ പ്രിപ്പയർ ആയിരിക്കണം. ഒരു പ്രതിസന്ധി വരുന്നുണ്ട്, ഒരു പ്രതികൂലം വരുന്നുണ്ട്, നീ പ്രിപ്പയർ ആയിരിക്കണം എന്ന് പറയും. പക്ഷെ അവിടെ ഒരു കാര്യം ചിന്തിച്ചോണം, കറക്കി എറിഞ്ഞങ്ങിടുകയല്ല. പിന്നെന്തുവാ? ഈ അരക്കച്ച എൻ്റെ കയ്യിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് പോലെ പൗലോസിന്റെ കൈ കെട്ടി നിന്നെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായി പറയുന്നു. അതാ ദൂത്. അല്ലാതെ കറക്കി കുത്തിയിട്ട് ഒരു പ്രതികൂലം വരുന്നുണ്ട്, അതെന്താ എന്താന്നൊന്നും എന്നോട് ചോദിക്കരുത്. അതല്ല, ഒരു പ്രതിസന്ധി വരുന്നുണ്ട് എന്ന് എറിഞ്ഞിടുവല്ല, ആ പ്രതിസന്ധി എന്താണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി മുമ്പിൽ വെളിപ്പെടുത്തി തരിക. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു. ഒരു പ്രവാചകൻ എന്നിട്ട് പറയുകയാണ്, 9, 5, 4, 3, 2 ഒരു മൊബൈൽ നമ്പർ എന്നെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു മൊബൈൽ നമ്പർ എന്നെ കാണിക്കും. ഇപ്പം കർത്താവിൻ നമ്പർ കാണിക്കാൻ തുടങ്ങി. അപ്പം ഒരുത്തൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, എൻ്റെ നമ്പറാ, എൻ്റെ നമ്പർ. അപ്പം മുന്നോട്ട് വന്നു. അപ്പോൾ ഇതെൻ്റെ നമ്പറാന്ന് പറയുന്നു. ജനങ്ങളെല്ലാം ഉടനെ കൈയടിച്ചങ്ങ് വണ്ടറടിച്ചിരിക്കുന്നു. ഓക്കെ, ഞാൻ ചോദിക്കാം, അല്ലെ നിങ്ങൾക്ക് ചോദിക്കാം, പാസ്റ്ററേ, ദൈവത്തിന് ഒരാളുടെ മൊബൈൽ നമ്പർ കാണിക്കാൻ കഴിയില്ലേ? കഴിയും, ഷുവറായിട്ട് കഴിയും. പിന്നെ നമ്മൾ എന്തിനു വിമർശിക്കണം? പറയാം, ദൈവമാണ് ഇവനെ ഈ മൊബൈൽ നമ്പർ, ഇയാളുടെ ജിജുയുടെ മൊബൈൽ നമ്പർ ദൈവമാണ് എന്നെ കാണിച്ചതെങ്കിൽ അതുകൊണ്ട് ദൈവത്തിന് അയാളോട് പറയാനുള്ളത് എന്താണെന്ന് എന്ത് ചെയ്യണം? പറയണം. ഈ നമ്പർ ആര്? ഇത് നിൻ്റെയാ, ഇങ്ങോട്ട് വാ, ഈ നമ്പർ ദൈവം എന്നെ കാണിച്ചു. എന്നിട്ട് എന്താ പ്രശ്നം? നമ്പർ മാറ്റണോ? അതോ ആ നമ്പറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ? അല്ല, എന്താണ് കാര്യം? എന്താന്ന് പറ. കാര്യമൊന്നുമില്ല. പിന്നെ നിന്റെ നമ്പർ എന്നെ ദൈവം കാണിച്ചല്ലോ. അപ്പം ഞാൻ ആരാ മോൻ? അത്രേ ഉള്ളൂ. ആർക്കും അറിയാത്തൊരു നമ്പർ ഞാൻ കണ്ടല്ലോ. അപ്പം ഞാൻ ആരാ മോൻ? ഞാനൊരു വലിയ പുള്ളിയല്ലേ? ഇത്രയോ അവിടെ സ്ഥാപിക്കപ്പെടുന്നുള്ളൂ. അല്ലെങ്കിൽ ആ നമ്പർ ഉടനെ മാറ്റിക്കോണം. ആ നമ്പർ തിരക്കി പോലീസ് വരുന്നുണ്ട്, അത് നിൻ്റെ പുറകെ വരും, അതാകെ വിഷയമാകും, നമ്പർ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നമ്പർ കാണുന്നു, അതുകൊണ്ട് കണ്ടതിനൊന്നുമില്ല. പുള്ളി കൊല്ലത്തുനിന്ന് വന്ന ആൾ ബഹ്റിനിൽ കിടക്കുന്ന നിൻ്റെ നമ്പർ കാണാതെ പറഞ്ഞില്ലേ? അപ്പോൾ പുള്ളി ആരാ? അത്രേ ഉള്ളൂ. ഞാനൊരു സംഭവമാണ് എന്ന് തെളിയിക്കണം. ഞാനൊരു സംഭവമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പ്രവാചകന്മാരൊന്നും വേദപുസ്തകത്തിലില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇവിടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുകയാണ്, ഇങ്ങനെ കൈകെട്ടി നിന്നെ ജാതികളെ ഏൽപ്പിക്കും. പൗലോസ് പറഞ്ഞു, ഓക്കെ, ഞാൻ അതിലൂടെ കടന്നു പോകാൻ മാത്രമല്ല, വേണമെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറായിട്ടിരിക്കുക, നിങ്ങൾ വെറുതെ ചുമ്മാതിരിക്കുക എന്ന് പറഞ്ഞ് പൗലോസ് പ്രിപ്പയർ ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടെ, ഈ ദൈവാത്മാവ് നിങ്ങളോട് ദൂത് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ ബഹറിൽ ഇനി അങ്ങോട്ട് എത്രയോ ദൂത് പറയുന്നവന്മാർ വരാനിരിക്കുക, കർത്താവ് വന്നില്ലെങ്കിൽ.
അപ്പോൾ ഇതിലൊന്നും പോയി വഞ്ചിക്കപ്പെടാതെയും തല വെക്കാതെ ഇരിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് തെളിവായിട്ട് പറഞ്ഞു തരാം. ഒരു വേദഭാഗം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പിന്നെ ഒരു കാര്യം കൂടെ തെളിവായി പറയും, കൂടെ ശ്രദ്ധിച്ച്. ഈ ദൈവാത്മാവിന് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഈ തൃത്വത്തിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ദൈവമാണ്. മനസ്സിലായോ? കൂടിയതും കുറഞ്ഞതൊന്നുമില്ല. ത്രിയേകത്വം. പിതാവ് ദൈവമാണോ, പുത്രൻ ദൈവമാണോ, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് എന്തില്ല? ഊഹാപോഹങ്ങൾ ഇല്ല. നിങ്ങളെപ്പോഴും ഓർത്തണം ഇത് മനസ്സിൽ, ബാക്കിയെല്ലാം മറന്നാലും. ദൈവം ഒരിക്കലും ഊഹാപോഹം പറയത്തില്ല. ഉദാഹരണം ഇങ്ങോട്ട് നോക്ക്. ഉദാഹരണം, ഒരുത്തൻ പറയുന്നു ഷൈനി എന്നൊരു പേര് എന്നെ കാണിക്കുന്നു, ഷൈനി. ഓക്കെ, എന്നിട്ട് അടുത്ത ചോദ്യം, ഷൈനി ആരാ? ആരെങ്കിലും ഉണ്ടോ? ഷൈനി ഉണ്ടോ? അപ്പം ചീറ്റിപ്പോയി, ഷൈനി വന്നില്ല, ഷൈനി ഇല്ല. ഉടനെ കേട്ടോണേ, മാറ്റി പിടിക്കുന്ന കേട്ടോണേ. ഷൈനി ഇല്ല. ഷൈനി എന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? എവിടെയെങ്കിലും കൊണ്ട് കെട്ടണ്ടേ? അപ്പം അതും ഇല്ല. എന്നാൽ പിന്നെ ഒരു ഷൈനി സഭയിലേക്ക് വരാൻ പോവാ, രക്ഷപ്പെട്ടു, അവിടുന്ന് രക്ഷപ്പെട്ടു. അപ്പം ഊഹാപോഹം ദൈവാത്മാവിനില്ല. ദൈവത്തിന് ഒരാളുടെ പേര് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വെളിപ്പെടുത്താം. അത് ദൈവം ഉണ്ടോ എന്ന് ലേലം വിളിക്കേണ്ട ആവശ്യം ദൈവാത്മാവിനില്ല. ഫോർ എക്സാമ്പിൾ, കർത്താവായ യേശു ക്രിസ്തു എരിഹോവിനടുത്ത് കൂടെ നടക്കുന്നു. കർത്താവ് അറിയാതെ ഒരുത്തൻ മരത്തിൻ്റെ മേലെ കയറി കാണാനിരിപ്പുണ്ട്. ആരാ? സക്കായി. യേശു അതുവഴി വന്നപ്പം പ്രവചനാത്മാവിൽ അവൻ്റെ പേര് വിളിച്ചില്ലേ? വിളിച്ചു. കർത്താവ് വിളിച്ചത് എങ്ങനെ? ഇവിടെ ഏതോ ഒരു മരത്തിൽ ആരോ എന്നെ കാണാൻ ഇരിപ്പുണ്ടെന്ന് ആത്മാവ് എന്നെ കാണിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയാണോ വിളിച്ചേ? ഉണ്ടോ? ഏതെങ്കിലും മരത്തിലുണ്ടോ? എടാ ഉണ്ടെങ്കിൽ വേഗം വാ, ഞാൻ പോയി കഴിഞ്ഞിട്ട് വന്നാൽ പിന്നെ ഇങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല. അവിടെ അടുത്തെത്തി മേലോട്ട് നോക്കി ഒറ്റ വിളി, സക്കായിയെ ഇറങ്ങി വാ. എന്നാ ദൂത് അല്ലേ? അങ്ങനല്ലേ? നിങ്ങളുടെ എല്ലാം ബൈബിളിൽ അങ്ങനല്ലേ? സക്കായിയെ വേഗം, അങ്ങനല്ലേ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു സാ അധികം വന്നിട്ടുണ്ടോ? ഉണ്ടോ ബൈബിളിൽ? ഇല്ല. സക്ക ചക്ക. ഇപ്പം നാട്ടിലെല്ലാം വിളിക്കുന്നത് ഇങ്ങനെ, സിന്ധു. അല്ല, ഞാൻ ഇവന്മാർ എനിക്ക് അറിയാൻ മേലാത്തൊരു ചോദ്യം. ഈ വിക്കനായ മോശ ദൈവകരങ്ങളിൽ എടുക്കപ്പെട്ട അന്ന് പുള്ളിയുടെ വിക്ക് മാറി. ഇവന്മാർക്കെല്ലാം ദൂത് പറയുമ്പോൾ വിക്ക് വരിക ബി ബാബു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇവിടെ എന്താ ഫോറൻസിക് പ്രൊഫറ്റ് എന്നൊക്കെ പറഞ്ഞ വീഡിയോ നമ്മൾ കാണാറുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ചെളി പുരണ്ട വഴി, അതേ ചെളി പുരണ്ട വഴി. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു മാങ്ങ, ആ മാങ്ങ. താഴെ ഒരു തേങ്ങ, ആ തേങ്ങ. ഇപ്പോൾ ഒരു പകുതി ഇടിഞ്ഞ മതിൽ, ആ മതിൽ. അവിടെ ഒരു വാർത്ത വീട് തന്നെ. നിങ്ങൾ എത്ര പേരുണ്ട് വീട്ടിൽ? അതറിഞ്ഞൂടാ. നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മളിരുന്ന് അതിശയിക്കണം. പരിശുദ്ധാത്മാവിന് മാങ്ങ അറിയാം, തേങ്ങ അറിയാം, മതിലറിയാം, വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പം എന്താ സംഗതി? ഈ വിവരം കൊണ്ട് കൊടുക്കുന്നവന്മാർ കറക്റ്റായിട്ട് കൊടുക്കുകയില്ല. ഒരു ടാബ് ഇങ്ങനെ വെച്ചേക്കും, അതിനകത്ത് തോണ്ടിയിട്ടാണ് ഈ പറയുന്നത് മാവില്ലേ. പ്രൈസല. ഇതിൻ്റെയൊക്കെ ടെക്നിക്ക് എന്താണെന്നറിയാമോ? ഈ ആദ്യമായിട്ട് ആരാധനയ്ക്ക് വരുന്നവർക്ക് ഒരു കാർഡ് കൊടുക്കും. അവരുടെ പേരും അവരുടെ പ്രാർത്ഥനാ വിഷയവും അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം അതിനകത്ത് എഴുതാനായിട്ട് കൊടുക്കും. ഈ ആദ്യമായിട്ട് വരുന്നവർ അവരുടെ വിഷയം അതിനകത്ത് എഴുതും, ഫോൺ നമ്പറും എഴുതും. ഈ മെയിൻ ഭാഷ വിളിക്കത്തില്ല, സിൽബന്തികൾ വിളിക്കും. വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നാൽ അതെ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഇന്നടത്താണ്. നിങ്ങളുടെ വിഷയം ഇതാണ്. ഓക്കെ എന്ന് പറയും. അപ്പോൾ അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം കണ്ടിട്ട് ഈ സിൽബന്തികൾ ഇവിടെ വീട്ടിൻ്റെ പരിസരത്ത് പോയി വീട്ടിലോട്ട് പോകുന്ന വഴി, തേങ്ങ, മാങ്ങ, ചക്ക എല്ലാം നോട്ട് ചെയ്ത് കൃത്യമായിട്ട് ഈ മെയിൻ ഭാഷ കൈ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അടുത്ത ആഴ്ച ശ്രദ്ധിച്ചോണം, ഈ സിൽബന്തികൾ ഇവരുടെ നമ്പറിൽ വിളിച്ചിട്ട് പറയും, അടുത്ത ആഴ്ച നിങ്ങൾ ആരാധനയ്ക്ക് വരണം, ദൈവാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് പാസ്റ്റർ പറഞ്ഞെന്ന് പറയും. അപ്പോൾ കൃത്യമായിട്ട് ഇവർ അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരും. അപ്പം മറ്റേ മെയിൻ ഭാഷ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എന്നോട് നേരിട്ട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങളുടെ വിഷയം ഇന്നതല്ലേ? ഞെട്ടിയില്ലേ? ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ.
പണ്ട് സജിത്തിൻ്റെ കാര്യം ഇവൻ ഉടായിപ്പാന്ന് ഞാൻ പറഞ്ഞപ്പം നാട്ടിലെ പാസ്റ്റർമാരാണ് ആദ്യം എന്നെ എതിർത്തതും ദേഷ്യപ്പെട്ടതും എല്ലാം. നിങ്ങൾക്ക് അസൂയാണോന്ന് വരെ എന്നോട് ചോദിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, കണ്ടു പഠിക്കാത്തവൻ കൊണ്ടു പഠിക്കുമെന്ന് പറഞ്ഞു. കാലങ്ങൾ പിന്നിട്ടപ്പോൾ സജിത്തിൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു, പുള്ളി ഒരാംബുലൻസ് സ്വയം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് ബെൽറ്റൊക്കെ ഇട്ട് ഒരാളിനെ കിടത്തി എല്ലാ കൺവെൻഷൻ സ്ഥലത്തും ഒരാംബുലൻസ് അവിടെ കൊണ്ടിടും. എന്നിട്ട് ഈ പുള്ളി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ആ ആംബുലൻസിൽ കയറി ആ രോഗി എന്ത് ചെയ്യും, പിടിച്ചിറക്കി സൗഖ്യം കാണിച്ച് നടത്തും. അപ്പോൾ ഈ കൂടിയിരിക്കുന്ന ജനം മുഴുവൻ മയങ്ങി. പക്ഷേ ജനങ്ങൾ കൊണ്ടുവരുന്ന ആംബുലൻസിലൊന്നും പുള്ളി എന്തുമില്ല, കയറൂല. ഇതൊക്കെയാണ് തന്ത്രങ്ങൾ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം, വിവേചിക്കണം. ദൈവാത്മാവിന് ഊഹാപോഹങ്ങളില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറഞ്ഞാൽ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അതിൻ്റെ അകത്ത് യാതൊരു ഊഹാപോഹങ്ങൾക്കും സ്ഥാനമില്ല. ബിക്കോസ് ഹീ ഈസ് ലോർഡ്. ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഒരു വേദഭാഗം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ആകയാൽ എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയുടെ കർത്താവ് അരുളപ്പാട്. 22-23 മുതൽ വായിച്ചു. 23. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും. അടുത്തത്, അതിന്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, പ്രവാചകന്മാരെല്ലാം ഭയങ്കര കൂട്ടാ. ഒരു കൂട്ടുകെട്ടുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. കണ്ടോ, പ്രവാചകന്മാർ ദേഹികളെ, മനുഷ്യരെ വിഴുങ്ങിക്കളയുന്നു. അടുത്തത്, നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിന്റെ നടുവിൽ വിധവന്മാരെ വർദ്ധിപ്പിക്കുന്നു. കണ്ടോ, അവർക്ക് ആവശ്യം എന്താ? വിലയേറിയ വസ്തുക്കളും നിക്ഷേപങ്ങളുമാണ് ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിന്റെ ലക്ഷ്യം. അവരവിടെ വിധവമാരെ വർദ്ധിപ്പിക്കുന്നു. അടുത്തത്, അതിലെ പുരോഹിതന്മാർ എന്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. ഇനി പുരോഹിതന്മാരെ കുറിച്ച് പറയുക, അവര് ശുദ്ധവും, അടുത്ത വാക്ക്, അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം ജനത്തിന് കാണിച്ചു കൊടുക്കുന്നതുമില്ല. കണ്ടോ, ഈ പ്രവാചകന്മാരുടെ ജോലി വിലപ്പെട്ടതെല്ലാം അടിച്ചുകൊണ്ട് പോവുക. പുരോഹിതന്മാരുടെ ജോലി എന്താ? ജനത്തിന് തെറ്റെന്ത്, ശരിയെന്ത്, നന്മയെന്ത്, തിന്മയെന്ത്, അശുദ്ധമെന്ത്, വിശുദ്ധി എന്ത്, മലിനമെന്ത്, നിർമ്മലിനമെന്ത് എന്നൊന്നും ജനത്തിന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പുരോഹിതന്മാർ. അടുത്തത്, ഞാൻ അവരുടെ മധ്യ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എന്റെ ശബത്തുകളെ നോക്കാതെ കണ്ണു മറച്ചു കളയുന്നു. ഇനി അടുത്തത്, അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ, ഇനി ഒരു കൂട്ടരുണ്ട്. അടുത്ത, പ്രഭുക്കന്മാര് ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചെരുവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. കുഴികൾ അടയ്ക്കുന്നില്ല. കേട്ടോ, മതില് പൊളിഞ്ഞാൽ അതിനെ പുട്ടിയിട്ട് കുഴി അടച്ച് നിരപ്പാക്കിയിട്ട് പെയിന്റ് അടിക്കേണ്ടതിന് പകരം കുഴിയായി വെച്ചുകൊണ്ട് കുമ്മായം പൂശി വിടുന്നു. പ്രവാചകന്മാർ ജനത്തിന്റെ കുറവുകളെ പറയുന്നില്ല, അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് ബോധം വരുത്തുന്നില്ല. മലിനവും നിർമ്മലിനവും കാണിച്ചു കൊടുക്കുന്ന പഠിപ്പിക്കുന്ന പുരോഹിതന്മാരില്ല. അടുത്ത വാക്ക്, ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെ ഉപദ്രവിക്കുകയും പരദേശിയെ അന്യമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ ദേശത്തെ നശിപ്പിക്കാത്ത വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, കണ്ടില്ലതാനും. പുസ്തകം അടയ്ക്കാം. ഇന്ന് രാത്രി നമുക്ക് പറയണം, കർത്താവേ, ആ ഒരു പുരുഷൻ ഞാനാകാം. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ദൈവത്തിൻ്റെ കോപം ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്താതെ വണ്ണം, അതിൻ്റെ നടുവിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ, നിലവിളിക്കുവാൻ, സത്യമായി പഠിപ്പിക്കുവാൻ, കുമ്മായം പൂശാതെ
ജനത്തിന് മലിനമേത് നിർമ്മലിനമേതെന്ന് പറഞ്ഞു കൊടുക്കുവാൻ, തെറ്റും ശരിയും ജനത്തിന് വിവേചിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നടുവിൽ ആ ഒരു മനുഷ്യൻ ഞാനാകാം എന്ന്. വേർപാടെന്ന് പറയുന്ന വിഷയം വളരെ കൃത്യമായി ഒന്നിനൊന്നിനോട് വാക്യത്തോടുകൂടി ഇത്ര ക്രിസ്റ്റൽ ക്ലിയറായി പരിശുദ്ധാത്മാവ് ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ നമുക്ക് പറഞ്ഞു തന്നിരിക്കേ. ഇനി തെറ്റിപ്പോയാൽ, ഇനി പരാജയം സംഭവിച്ചാൽ, ഇനി അബദ്ധം പറ്റിയാൽ ദൈവമല്ല ഉത്തരവാദി. അതുകൊണ്ട് പ്രവാചകന്മാരെ വിവേചിക്കാം, കള്ള സഹോദരന്മാരോട് അകന്നു നിൽക്കാം, ദുരുപദേശകരെ വീട്ടിൽ കൈക്കൊള്ളരുത്, കുശലം പറക പോലും അരുത് എന്ന് നമ്മൾ പഠിച്ചല്ലോ. ആ നിലയിൽ വേർപെട്ടൊരു ജീവിതം, ലോകത്തോട് വേർപെട്ടൊരു ജീവിതം, അവിശ്വാസികളോട് വേർപെട്ടൊരു ജീവിതം, അങ്ങനെ തിരുവചനം നമ്മെ കേൾപ്പിച്ച പ്രമാണങ്ങൾ അനുസരിച്ചുള്ള ഒരു വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും.